അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് ഇപ്പോൾ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം ഭക്തിസമന്വിതം സമർപ്പിക്കുന്നത്. കിം വിധേയം മയാമാത്യ ഉപായശ്ചിന്യതാമിഹ മൃത്യു കിലാനിവാര്യോസൗ വദന്തി വേദവാദിന. യത്നസ്തഥാപി ശാസ്ത്രോക്ത കർത്തവ്യ സർവധാ ബുധൈ ഉപായവാദിന കേചിൽ പ്രവദന്തി മനീഷിണ. വിജ്ഞോപായേന സിദ്ധ്യന്തി കാര്യാണി നേതരസ്യ ച മണിമന്ത്ര ഔഷധീനാം വൈ പ്രഭാവ ഖലു ദുർവിദ. ന ഭവേദിതി കിം തൈസ്തു മണിമദ്ഭിഃ സുസാധിതൈ സർപ്പദഷ്ടാ പുരാ ഭാര്യ മുനേ സംജീവിതാമൃത. ദത്വാർദ്ധമായുഷസ്തേന മുനിനാ സാവരാപ്സരാ ഭവിതവ്യേന വിശ്വാസ കർത്തവ്യ സർവധാ ബുധൈ. പ്രത്യക്ഷം തത്ര ദൃഷ്ടാന്തം പശ്യന്തു സചിവാ കില. ദിവി കോപി പൃഥിവ്യാം വാ ദൃശ്യത്തെ പുരുഷഃ ക്വചിൽ. ദൈവേ മതിം സമാധായ യസ്തിഷ്ഠേത്തു നിരുദ്യമ. വിരക്തസ്തു യതിർഭൂത്വാ ഭിക്ഷാർത്ഥം യാതി സർവധാ. ഗൃഹസ്ഥാനാം ഗൃഹേ കാമമാഹുതോ വാധവാന്യഥാ യദൃച്ഛയോപപന്നം ച ക്ഷിപ്തം
കേനാപി വാ മുഖേ ഉദ്യമേന വിനാ ചാസ്യാദുദരേ സംവിശേത് കഥം പ്രയത്നശ്ചോദ്യമേ കാര്യോ യദാ സിദ്ധിം ന യാതി ചേൽ തദാ ദേവം സ്ഥിതം ചേതി ചിത്തമാലംബയേദ്ബുധാ മന്ത്രിണ ഊചു കോ മുനിർയേന ദത്വാർദ്ധമായുഷോ ജീവിതാ പ്രിയാ കഥം മൃതാ മഹാരാജ തന്നോ ബ്രൂഹി സവിസ്തരം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 41 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി മലയാള തർജ്ജമയായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മന്ത്രിമാരെ ഈ സമയം എന്തു ചെയ്തിടേണം ഞാനും, മരണം സംഭവിച്ചിടും ഉറപ്പു തന്നെ. എങ്കിലും അറിവുള്ളവർ ശാസ്ത്രവിധി പ്രകാരമായി ഏതു വിധത്തിലായാലും രക്ഷ നേടേണം. ബുദ്ധി വേണ്ട പോലെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞാലേ കാര്യങ്ങൾ വേണ്ട പോലവേ സാധിക്കയുള്ളൂ. മണി, മന്ത്രം, ഔഷധങ്ങൾ ഇവയുടെ ശക്തികളെ മനം കൊണ്ടുപോലും അറിഞ്ഞിടാനായിടാ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവസിദ്ധിതമായുള്ള രത്നം കയ്യിലുള്ളവനു എന്താ സാധ്യം ഈ ലോകത്തിൽ സംശയമില്ല. പണ്ടൊരിക്കൽ സർപ്പം മൂലം മരിച്ച തൻ ഭാര്യയെയും പ്രസിദ്ധനാം മുനിവര്യൻ ജീവിപ്പിച്ചല്ലോ. തന്റെ ആയുസിന്റെ പാതി നൽകിയത്രേ അദ്ദേഹവും. വിദ്വാൻമാർ വിധിയിൽ വിശ്വസിച്ചിടരുത്. മന്ത്രിമാരെ പ്രത്യക്ഷമാം ഉദാഹരണം കാണുക. ഭൂമിയിൽ സ്വർഗത്തിലൊരു പുരുഷനുണ്ടോ? ദൈവത്തിൽ വിശ്വസിച്ചിട്ടു ഒന്നും ചെയ്യാതിരിക്കുന്നു. വിരക്തനും ഭിക്ഷ തെണ്ടി ജീവിച്ചിടുന്നു. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ഗൃഹസ്ഥർ തൻ വീടുകളിൽ വിളിച്ചിട്ടുമല്ലാതെയും കിട്ടുന്നതുമെല്ലാം അവർ ഭക്ഷിച്ചിടുന്നു. ഉദ്യമമില്ലാതെ വായിൽ നിന്നും വയറ്റിലേക്കായി പോകുന്നുണ്ടോ? എല്ലാത്തിനും പ്രയത്നം വേണം. എന്നിട്ടും പ്രയോജനമുണ്ടാകുന്നില്ലേലപ്പോൾ മാത്രം എല്ലാം വിധിയെന്നു വിദ്വാൻ ധരിച്ചിടേണം. മന്ത്രിമാർ പറഞ്ഞു, സ്വന്തം അർദ്ധായുസ്സു നൽകി ആരാണു തൻ കാമിനിയെ ജീവിപ്പിച്ചതെന്നു രാജൻ പറഞ്ഞിടണേ. അവൾ എങ്ങനെയാണു മരിച്ചതെന്നും മഹാരാജൻ അതിവിസ്തരിച്ചു ഭവാൻ പറഞ്ഞിടണേ. അതിവിസ്താരത്തോടെ നീ പറഞ്ഞിടണേ. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായേ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ഞാൻ അംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകം മുതൽ 41-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ, അതിലെ പൂർവാർത്ഥം ഒരു വരി ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അതിൻ്റെ ഭാഷാഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ്. ഇവിടെ 31-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, പരീക്ഷിത്തിന് ആ മുനികുമാരനിൽ നിന്നും ശാപമുണ്ടായപ്പോൾ പരീക്ഷിത്ത് ഉറപ്പിച്ചു പറഞ്ഞു, ഇത് എൻ്റെ കോപമാണ് ബ്രാഹ്മണ സ്വരൂപം സ്വീകരിച്ചും കൊണ്ട് എന്നെ ശപിച്ചിരിക്കുന്നത്. മമ ദ്വേഷാദ് അസംശയം, ഒരു സംശയവും ഇല്ല എന്ന് പരീക്ഷിത്ത് പറയുന്നിടത്താണ് നമ്മൾ ഇന്നലെ ഈ അക്ഷരപൂജ സമർപ്പിച്ചത്. ഇന്ന് തുടങ്ങുന്ന 31-ാമത്തെ ശ്ലോകം. കിം വിധേയം മയാമാത്യ ഉപായശ്ചിന്യതാമിഹ മൃത്യു കിലാനിവാര്യോസൗ വദന്തി വേദവാദിന. ഹേ അമാത്യന്മാരെ, മന്ത്രിമാരെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കിം വിധേയം മയാ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? അതിനുള്ള മാർഗത്തെ ഉപായശ്ചിന്തിതാമിഹ, ഇപ്പം എന്തു വേണം? അതിനുള്ള ഉപായങ്ങളെ, അതിനുള്ള മാർഗങ്ങളെ ആലോചിക്കുകയാണ് വേണ്ടത്. ഈ മരണം സംഭവിച്ചേ തീരൂ എന്നാണ് വേദജ്ഞരായ ആളുകൾ പറയുന്നത്. മൃത്യു കിലാനിവാര്യോസോ വദന്തി വേദവാദിന. എങ്കിലും
യത്നസ്തഥാപി ശാസ്ത്രോക്ത കർത്തവ്യ സർവധാ ബുധൈ ഉപായവാദിനക്കേജിൽ പ്രവദന്തി മനീഷിണ. എങ്കിലും അറിവുള്ള ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ശാസ്ത്രവിധി അനുസരിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തണം. വെറുതെ അത് വിധിയാണെന്ന് കരുതാൻ പാടില്ല. ഉപായം കണ്ടെത്തുക തന്നെയാണ് വേണ്ടത്. ഉപായവാദിനഹ കേജിൽ പ്രവദന്തി മനീഷിണ. അങ്ങനെ വാദിക്കുന്ന ആളുകളാണ് യഥാർത്ഥ പണ്ഡിതന്മാർ, മനീഷികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. വിജ്ഞോപായേന സിദ്ധ്യന്തി കാര്യാണി നേതരസ്യ ച മണിമന്ത്ര ഔഷധീനാം വൈ പ്രഭാവ ഖലു ദുർവിധ. ബുദ്ധി വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ സാധിക്കാൻ വളരെ എളുപ്പമാണെന്നാണ്. ബുദ്ധി പ്രയോഗിക്കണം. അല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും കാര്യസാധ്യം ഉണ്ടാവില്ല. ബുദ്ധി നേരാവണ്ണം വേണ്ടതുപോലെ ആ സ്ഥിതിക്ക്, ആ കാലസ്ഥിതിക്ക് അനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കണം. മണി, മന്ത്രം, ഔഷധം. അപ്പം ഈ മൂന്നിലൂടെയും നമുക്ക് ചിലപ്പോൾ അതിനെ മറുകര കടക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ശക്തി അറിയുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. മണി, മന്ത്രം, അതേപോലെ ഔഷധം. ന ഭവേദിതി കിം തൈസ്തു മണിമദ്ഭിസ്സു സാധിതൈ സർപ്പദഷ്ട പുരാഭാര്യ മുനെ സഞ്ജീവിതാമൃത. എന്തും സാധിക്കാൻ സമർത്ഥമായിരിക്കുന്ന, അതിനുള്ള കഴിവുള്ള ഒരു രത്നം കയ്യിലുണ്ടെങ്കിൽ, മണി സ്വാധീനമായ ആളുകൾക്ക് പിന്നെ എന്താണ് അവർക്ക് അസാധ്യമായിട്ടുള്ളത്? അല്ലേ? എല്ലാം സാധിക്കുമെങ്കിൽ പിന്നെ അവർക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പണ്ട് സർപ്പദംശനമേറ്റ ഭാര്യയെ ഒരു മുനി ജീവിപ്പിച്ചതായിട്ടുള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സർപ്പദംശനം ഏൽക്കും എനിക്ക് എന്നാണ് പറഞ്ഞേക്കണത്. അവിടെ സർപ്പദംശനമേറ്റ് മരിച്ചുപോയ ഒരു സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു മുനി, അദ്ദേഹം ജീവിപ്പിച്ചു. ദത്വാർത്ഥമായുഷസ്തേന മുനിനാസാ വരാപ്സര. തൻ്റെ ആയുസ്സിൻ്റെ പകുതി നൽകിയാണ് അപ്സരസായ അവളെ മുനി ജീവിപ്പിച്ചത് എന്നാണ്. ഭവിതവ്യേന വിശ്വാസ കർത്തവ്യ സർവഥാ ബുധി. ബുധന്മാര്, വിദ്വാൻമാര്, അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാര് വിധിയിൽ വിശ്വാസം വെച്ച് ഇരിക്കരുത് ഒരു വിധത്തിലും. ഭവിതവ്യേന വിശ്വാസ. വിധിയാണെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. ഇതിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഉപായങ്ങളുണ്ടോ എന്ന് ആലോചിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതിനുള്ള വഴികൾ നോക്കൂ. മന്ത്രിമാരുടെ അടുത്ത് പരീക്ഷിത മഹാരാജാവ്, അഭിമന്യുസുതനായ ഔത്തരേയനായിരിക്കുന്ന ആ പരീക്ഷിത്ത് തൻ്റെ മന്ത്രിമാരോട് ഇത്തരത്തിൽ പറയും. എന്നിട്ട് പറയുകയാണ്, മന്ത്രിമുഖ്യന്മാരെ വിളിക്കുകയാണ്. പ്രത്യക്ഷം തത്ര ദൃഷ്ടാന്തം പശ്യന്തു സചിവാ കില. ഹേ സചിവന്മാരെ, മന്ത്രിമാരെ, പ്രത്യക്ഷമായൊരു ഉദാഹരണം തന്നെ കാണുന്നുണ്ട്. എന്താ അത്? ദിവികോപി പൃഥിവ്യാം വാ ദൃശ്യത്തെ പുരുഷ ക്വചിൽ. ഭൂമിയിലോ സ്വർഗത്തിലോ ഒരു പുരുഷനെങ്കിലും ഉണ്ടോ? അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി വരുന്നത്. ഭൂമിയിലും സ്വർഗത്തിലും പുരുഷന്മാരുണ്ടോ എന്നല്ല, മറിച്ച് ദൈവേ മതിം സമാധായ യസ്തിഷ്ഠേസ്തു നിരുദ്യമ വിരക്തസ്തു യതിർഭൂത്വ ഭിക്ഷാർത്ഥം യാതി സർവഥ. ദൈവത്തിൽ മാത്രം വിശ്വസിച്ചും കൊണ്ട് ഒന്നും ചെയ്യാതെ ജീവിക്കുന്നവരായിട്ട് ഭൂമിയിലും സ്വർഗത്തിലും ഏതെങ്കിലും ആളുകളുണ്ടോ? അവനവൻ കർമ്മം ചെയ്യുക തന്നെ വേണം. വിരക്തനാണ്, എല്ലാം ഉപേക്ഷിച്ച ആളാണ്, സന്യസിച്ചു. എന്നിട്ടും വിരക്തസ്തു യതിർഭൂത്വ, യതിയായി മാറിയിട്ടും ഭിക്ഷാർത്ഥം യാതി സർവഥ, ഭിക്ഷയ്ക്കായിട്ട് എല്ലായിടത്തും നടക്കുന്നു. അപ്പോ ഗൃഹസ്ഥാനാം ഗൃഹേ കാമം ആഹുതോ വാധവാന്യഥ യദൃച്ഛയോപപന്നം ച ക്ഷിപ്തം കേനാപി വാമുഖേ. ഗൃഹസ്ഥാനാം ഗൃഹേ കാമം ആഹുതോ വാധവാന്യഥ. ഗൃഹസ്ഥന്മാരുടെ വീടുകളിലേക്ക് വിളിച്ചിട്ട്, ഇനി അല്ലാതെ വിളിക്കാതെ തന്നെ പോയിട്ടും കിട്ടുന്നതും, അതേപോലെ തന്നെ എതിർച്ഛയാ കിട്ടുന്നതും, ഇനി ആരെങ്കിലും വായിലിട്ട് കൊടുക്കുന്നതുമാണ് അവർ ഭക്ഷിക്കുന്നത്. അല്ലാതെ തന്നെ ഇതൊന്നും
സംഭവിക്കില്ല. അപ്പോൾ വിരക്തന്മാർക്ക് പോലും ജീവിതത്തിൽ ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നാം ഈ വിധിയിൽ വിശ്വസിച്ച് വിധി അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചു മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. നാം അതിനനുസരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഉദ്യമേന വിന, ഉദ്യമമില്ലാതെ ആർക്കും ചാസ്യാതുദരേ സംവിശേൽ കഥം, വായിൽ നിന്ന് വയറ്റിലേക്ക് കടക്കുമോ? നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന വേണ്ടേ? അപ്പോൾ പ്രയത്നം ചെയ്യണം. പ്രയത്നശ്ചോദ്യമേ കാര്യോ യഥാസിദ്ധിം ന യാതി ചേൽ. ഇങ്ങനെ വളരെ കഠിനമായിട്ട് പ്രവൃത്തി ചെയ്തിട്ടും ആ ഉദ്യമം വിജയിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ മാത്രം തഥാ ദേവം സ്ഥിതം ചേതി ചിത്തമാലംബയേൽ ബുധ, അപ്പം മാത്രമേ ഇത് വിധിയാണ് എന്ന് വിദ്വാൻമാർ വിചാരിക്കാൻ പാടുള്ളൂ. അതുവരെ പ്രവൃത്തി ചെയ്യുക തന്നെ വേണം. മന്ത്രിമാർ പറഞ്ഞു, കോമുനിർയേന ദത്വാർത്ഥമായുഷോ ജീവിതാ പ്രിയ. അല്ലയോ മഹാരാജാവേ, സ്വന്തം അർദ്ധായുസ്, ആയുസിൻ്റെ പകുതി കൊടുത്തിട്ട് ആരാണ് തൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്തിയത്, ജീവിപ്പിച്ചത്? കഥം മൃതാ മഹാരാജ തന്നോ ബ്രൂഹി സവിസ്തരം. മഹാരാജാവേ, എങ്ങനെയാണ് അവൾ മരിച്ചത് എന്നുള്ള കാര്യവും വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് ആവശ്യപ്പെടുന്നിടത്താണ് ആ 41-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതി. ഇനി രാജാവിൻ്റെ മറുപടിയാണ് തുടർന്ന് 41-ന്റെ പകുതിയും പിന്നെ 42 മുതൽ 49 കൂടിയുള്ള ആ 8 ശ്ലോകങ്ങളും. അതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.